ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. ഇന്നിവിടെ ചെയ്ത് കാണിക്കും നമ്മുടെ റവയും പഴമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ, ബനാന ചീര. അപ്പോൾ നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയ ബദാമും കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസ് ചേർത്തോളൂ. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇവിടെ ഇപ്പോൾ 3 ഇതെടുത്തിട്ടുണ്ട്. ബദാമും കിസ്മിസും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്, നമ്മുടെ കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം, ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഇവിടെ ഒരു 250 ഗ്രാമോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ റവ ഒന്ന് പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കൂലേ, നമ്മളുടെ എന്താ പറയുക, പച്ചമണം മാറുക, അതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2-3 പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മളുടെ റോബസ്റ്റ് ആണ് എടുത്തേക്കണം. 3 പഴം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് റവയും പഴവും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊന്ന് പകുതി ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ചു കൊടുക്കാം പഴം. ഇനി അതിലേക്ക് 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. ചൂട് പാലാണ് എടുത്തിട്ട് നമുക്കതൊന്ന് പാല് തിളപ്പിച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി അതിലെ കട്ടകളെല്ലാം ഉടയുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇവിടെ നമ്മുടെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടൊരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില പഴത്തിനൊക്കെ ഭയങ്കര മധുരമായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറച്ചിട്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. പക്ഷെ കുറച്ച് മധുരം ഉള്ളതായിരിക്കും ടേസ്റ്റ്, എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. എന്നിട്ട് നമുക്ക് പഞ്ചസാര അലിയണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് അത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. അത്യാവശ്യം വലിയ സ്പൂണാണ് കേട്ടോ. അത്യാവശ്യം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വന്നത് അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കി നെയ്യും നമ്മുടെ റവക്കൂട്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇതിൽ നമ്മളുടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളയിട്ട് കാണുന്നത്. അപ്പം ഇനി ആ ഏലക്കായ പൊടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഏലക്കപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 സ്പൂണോളം നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മളുടെ ഒരു 1/2 ടീസ്പൂണോളം അല്ല, ഒരു 2-3 നുള്ള് നമ്മളുടെ കുങ്കുമപ്പൂവ് ഒരു 1/4 കപ്പ് പാലിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കളറിന് മായി നമ്മളുടെ എന്താ പറയുക, നല്ല ഫ്ലേവറുമാണ്. കുങ്കുമപ്പൂ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ. അത് കുങ്കുമപ്പൂ ഇല്ല, നേരത്തെ ഇതില്ല കേട്ടോ. ഫുഡ് കളർ ചേർത്താലും മതി, മഞ്ഞ കളർ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കുങ്കുമപ്പൂ വേണമെന്ന് നിർബന്ധമല്ല.
ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. ഇപ്പോൾ നമ്മളുടെ ബനാന ഷീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.